നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജീസസ് സാംബശിവൻ, കാഥികൻ വി സാംബശിവൻ്റെ മൂന്നാമത്തെ മകനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് 2026 മാർച്ച് 19 രാത്രി 8:45 PM ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: ഒരു പ്രഡിക്ഷനാണ്, പ്രവചനം. സംതിങ് നെഗറ്റീവ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ഇതാണ്: എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവം നടക്കാൻ പോകുന്നു. അതായത് അതിന് കാരണമായിട്ട് ഞാൻ പറഞ്ഞ ഇതാണ്: മാർച്ച് 19 രാവിലെ തൊട്ട് എനിക്കെന്തോ ഒരു നെഗറ്റീവ് സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ളത് എൻ്റെ സിരകളിലൂടെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അത് രാവിലെ മാത്രമല്ല, അത് ഈ പറഞ്ഞ ആ വീഡിയോ ചെയ്യുന്ന രാത്രി 8:45 വരെ അതിനുശേഷവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സംതിങ് ഈസ് ഗോയിങ്, ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവം നടക്കാൻ പോകുന്നു. എന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കും. അതായത് തെക്കേ ഇന്ത്യയിൽ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ ചെയ്തേക്കുന്നത്. അതിൽ അപ്രധാനമായിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്: കടലുമായിട്ട് ബന്ധപ്പെട്ടും സംഭവം നടക്കാം എന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചതിനേക്കാൾ അതീവ ഗുരുതരമായ ഗൗരവമേറിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അത് സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, സംഭവം ഇതാണ്: ഒരു അതീവ ഗുരുതരമായ, അത്യന്തം ക്രൂരമായ അനുഭവങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ, തെക്കേ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഉള്ള മനുഷ്യരെ മുഴുവൻ 827 കോടി ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത, അഭ്യൂഹം നമുക്ക് തള്ളിക്കളയാം. ഓക്കെ, ന്യൂസ് സംഭവിച്ചേക്കുന്ന ന്യൂസ് ഇതാണ്: അതായത് ഇറാൻ യുദ്ധം നടക്കുകയാണല്ലോ, പുരോഗമിക്കുകയാണ്, വെച്ചടി കയറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം, ബോംബിട്ടയോ അല്ലെങ്കിൽ മിസൈലിട്ടയോ ഡ്രോണുകളിട്ട് വിമാനം, അതൊന്നുമല്ല. അത്യന്തം ഗുരുതരമായ, അതീവ ഗൗരവമേറിയ, അതീവ ക്രൂരമായ, അത്യന്തം ക്രൂരമായ അനുഭവങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ ഉണ്ടാവാൻ പോകുന്ന ഒരു വാർത്തയാണ്. അഭ്യൂഹമൊന്നും തള്ളിക്കളയാനൊന്നും നോക്കത്തില്ല. അത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇതാണ്: ഇൻ്റർനാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് 19 തന്നെയാണ്. അതായത് 19 രാവിലെയാണ് എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് എനിക്ക് തോന്നി. അത് രാത്രിയോളം നീണ്ടു നിന്നു. അവസാനം ഞാൻ അത് വീഡിയോ ചെയ്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. അത് സംഭവിച്ചേക്കുന്ന ന്യൂസ് വന്ന മീഡിയാസ് ഇതാണ്: ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ടുഡേ, ടൈംസ് നൗ, ദി ഹിന്ദു. ഈ നാഷണൽ ലെവലിലുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇതാണ്: അതായത് ഇറാൻ ഇൻ്റർനെറ്റ് കേബിൾസ് കട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞ പ്രവചനത്തിൽ പറഞ്ഞിരുന്നു കടലുമായിട്ട് ബന്ധം ഉണ്ടായേക്കാം. ഈ ഇൻ്റർനെറ്റ് കേബിൾസ് വരുന്നത് കടലിൻ്റെ അടിത്തട്ടിലൂടെയാണ്. ഓക്കെ, ഇൻ്റർനെറ്റ് കേബിള് കട്ട് ചെയ്താൽ ചൈന ഒഴിച്ച് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും ഇൻ്റർനെറ്റ് സംവിധാനം സമ്പൂർണ്ണമായും തകരും. ഇൻ്റർനെറ്റ് തകർന്നാൽ എന്തുവാ? ഞാനിത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇതാണ്. അയാളുടെ പ്രതികരണം ഇതാ: നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളെ പറഞ്ഞതാണ്. എങ്കിൽ നമ്മുടെ കുട്ടികൾ ഈ മൊബൈൽ നോട്ടമൊന്നും നിർത്തുമല്ലോ. ഇതാണ് മലയാളി, രാഷ്ട്രീയ പ്രബുദ്ധരായ, വിദ്യാഭ്യാസമുള്ള മലയാളിയുടെ പ്രതികരണം ഇതാണ്: ഇൻ്റർനെറ്റ് കട്ടായ പയ്യന്മാർ ഈ മൊബൈൽ നോട്ടമൊന്നും നിർത്തുമല്ലോ. അത്രയേ ഉള്ളൂ മലയാളി. എന്തായാലും
ഒരുപാട് കോമൺ സെൻസ് ഉള്ളവർക്കറിയാം. ഏറ്റവും അതീവ ഗുരുതരമായ അത്യന്തം ക്രൂരമായിട്ടുള്ള വിധിയിലേക്ക് മനുഷ്യരാശി, മലയാളികൾ മാത്രമല്ല മനുഷ്യരാശി മുഴുവൻ കിടന്ന് അനുഭവിക്കാൻ പോവുകയാണ്. കാരണം ഇൻ്റർനെറ്റ് കട്ടായാൽ എല്ലാ സംവിധാനങ്ങളും പോട്ടെ, നമുക്ക് യൂട്യൂബിൽ പാട്ട് കേൾക്കാൻ ഒക്കത്തില്ല. ഇതാണ് ഓരോരുത്തർ ചിന്തിക്കുന്നത്. അതല്ല, ആശുപത്രികളെല്ലാം നിലയ്ക്കും. കാര്യം ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്തിനും ഒരു നമ്മൾ ചെന്ന ഒരു OP ടിക്കറ്റ് എടുക്കുന്നത് പോലും ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്താൽ ഓക്കെ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യം പറയണ്ട. ആശുപത്രി സംവിധാനം മുഴുവൻ നിലയ്ക്കും, ബാങ്കുകൾ എല്ലാം നിലയ്ക്കും. ഓക്കെ, അത് മാത്രമല്ല സാക്ഷാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ സംവിധാനവും നിലയ്ക്കും. ഇത് മാത്രമല്ല, എനിക്കറിയാത്ത, ഞാൻ ചിന്തിച്ച് കണ്ടുപിടിക്കാത്ത എത്രയോ ഗുരുതരമായ, അതീവ ഗുരുതരമായ സംഭവം നടക്കാൻ പോകുന്നു. പക്ഷെ അത് നമ്മുടെ ഇറാൻ പദ്ധതി ഇട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഈ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ ഇൻ്റർനെറ്റ് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. സെർച്ച് ചെയ്യേണ്ട ടൈപ്പ് ചെയ്യേണ്ട കാര്യം ഇതാണ്: ഇൻ്റർനെറ്റ് കേബിൾസ് ഇറാൻ എന്ന് മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഗൂഗിള് മറുപടി പറയും. അതിനകത്ത് ആ ഓപ്പൺ ആവുന്ന പേജിനകത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യ ടുഡേയുടെയും ടൈംസ് നൗവിൻ്റെയും ദി ഹിന്ദുവിൻ്റെയും റിപ്പോർട്ടുകൾ കാണാം. 1 ദിവസം 2 ദിവസം എന്നൊക്കെയുള്ള ആ ഡ്യൂറേഷനിലാണ് പറയുന്നത്. അതായത് സംഭവം ഇത് ന്യൂസ് ആദ്യം വന്നേക്കുന്നത് 19-ാം തീയതി തന്നെയാണ്. അതായത് 2026 മാർച്ച് 19-നാണ് ഈ ന്യൂസ് ഇൻ്റർനാഷണൽ ലെവലിൽ പുറത്ത് വന്നേക്കുന്നത്. അത് അഭ്യൂഹം എന്നൊക്കെ പറഞ്ഞങ്ങ് തള്ളിക്കളയാം. അതാണല്ലോ മലയാളികളുടെ ഇത്. ഇൻ്റർനെറ്റില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്നാണ് പൊതുവെ മലയാളികൾ. വളരെ നിസ്സാരമാണ്. ഭയങ്കര കോൺഫിഡൻസാണ് മലയാളിക്ക്. ഭയങ്കര കോൺഫിഡൻ്റാണ് മലയാളി. അതിന് ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു വെക്കാം. ഓക്കെ, അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഈ റിപ്പോർട്ട് വന്നേക്കുന്നത് ഇന്നിപ്പോൾ ഈ പറഞ്ഞ 22-ാം തീയതി, മാർച്ച് 22-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ ന്യൂസ് വന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 19 തന്നെയാണ്. അത് ഞാൻ കാണുന്നത് ഇന്നലെ 21-ാം തീയതി രാവിലെ 10 മണിക്കാണ്. ഓക്കെ, 19-ാം തീയതി തന്നെ ഈ ന്യൂസ് മീഡിയയിൽ വന്നു. ഞാൻ കാണുന്നത് 21-ാം തീയതി ഇന്നലെ രാവിലെ 10 മണിക്കാണ്. പക്ഷെ സംഭവം 19-ാം തീയതി ഈ ന്യൂസ് ഇൻ്റർനെറ്റിനകത്ത് വന്നു, മീഡിയയിൽ വന്നു. അന്ന് തന്നെയാണ് രാവിലെ, അതായത് മാർച്ച് 19 രാവിലെ തൊട്ടാണ് എനിക്ക് ഈ എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു, നെഗറ്റീവ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള ഒരു ഫീലിംഗ് എൻ്റെ സിരകളിലൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് ഏകദേശം ഒരു 12 മണിക്കൂറോളം അത് നീണ്ടു നിന്നു. അവസാനം അത് ഞാൻ വീഡിയോയിൽ ഇടുകയും ചെയ്തു. അപ്പോൾ സംഭവം 100% കറക്റ്റായിട്ടുള്ള സംഭവമാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത്. എൻ്റെ പ്രവചനം 100% ശരിയായി. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ കേട്ടോ, എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ഈ ഇൻ്റർനെറ്റ് കേബിൾസ് കട്ട് ചെയ്യുന്നു, അത് ഇറാൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആയുധമാണ്. ഉടനെ അങ്ങ് ചെയ്യുമെന്നല്ല, അതിനൊക്കെ പല യുദ്ധതന്ത്രങ്ങളിലൊന്നാണത്. ഇത് ഇൻ്റർനെറ്റ് കേബിൾസ് കട്ട് ചെയ്താൽ അത് ശരിയാക്കണമെങ്കിൽ മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ എടുത്തു വരും. അതിൻ്റെ ആ തകരാറാക്കുന്നതിൻ്റെ രീതി അനുസരിച്ചിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ, ശരിയാക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ. 1 മാസം പോയിട്ട്
ഒരു ദിവസം തന്നെ മനുഷ്യരാശി താങ്ങില്ല ഇൻ്റർനെറ്റ് ഇല്ലാതായാൽ. ഓക്കെ, ചില മലയാളികൾ പറയുമ്പോൾ പിന്നെ ഒരു ദിവസം യൂട്യൂബിൽ പാട്ട് കേട്ടില്ലെങ്കിൽ എന്തോ ഇത്രയേ ഉള്ളൂ മലയാളി. ഞാൻ കൂടുതൽ അതിനെ പറ്റി പറയുന്നത്. എന്തായാലും മാസങ്ങളെടുക്കും ഈ ഇൻ്റർനെറ്റ് കേബിൾസ് ശരിയാക്കാൻ. അത് മാത്രമല്ല, ഈ ഇൻ്റർനെറ്റ് കേബിൾസ് കട്ട് ചെയ്താൽ ഈ ഗൾഫ് മേഖലകളിലൊക്കെയാണ് ഈ കടലിനടിയുടെ ഈ ഇൻ്റർനെറ്റ് കേബിൾസ് വരുന്നത്. ചെറിയ വയറൊന്നുമല്ല, വലിയ മുന്തിയ രീതിയിലുള്ള കേബിൾസാണ്. അത് അവർ തകർക്കാൻ മൈനുകൾ സ്ഥാപിച്ച് കഴിഞ്ഞെന്നാണ് ന്യൂസ്. ഓക്കെ, എന്നിട്ട് അത് മാത്രമല്ല, ഈ കേബിൾസ് ശരിയാക്കാൻ കപ്പലുകൾ വരണമെങ്കിൽ ഹോർമൂസ് കടൽ ഇടുക്കിലൂടെ വരണം. ഞാൻ കൂടുതൽ പറയണം എന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് പൂട്ടിയൊക്കെയാണ്, ബന്ധിച്ചിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ സംഭവം പിന്നെ ആ ന്യൂസ് വൻ സംഭവമാണ്. അതായത് ഈ ഇൻ്റർനെറ്റ് കേബിൾ സംവിധാനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെ, അതായത് ഇറാൻ്റെ സുഹൃത്തുക്കളെന്ന് പറയപ്പെടുന്ന ഇന്ത്യയും റഷ്യയും ഉൾപ്പെടെ ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ ശ്രദ്ധിക്കുക, ചൈനയെ ഒഴിച്ച്. കാരണം ചൈനയ്ക്ക് സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് ഉണ്ട്. ബാക്കി എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക വഴിയാണ്, മൈക്രോസോഫ്റ്റിൻ്റെ നെറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് സംഭവം ഇറാൻ ഡിമാൻഡ് വെക്കും. അതായത് ഞങ്ങൾ ഈ കേബിൾസ് കട്ട് ചെയ്യാതിരിക്കാൻ അവർ ഡിമാൻഡ് വെക്കും. എന്താണെന്നറിയാം, ഡൊണാൾഡ് ട്രംപിനെയും നെതന്യാഹുവിനെയും ആക്രമിക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. പച്ചയ്ക്ക് ഞാൻ പറയുന്നില്ല. കാര്യം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യും യൂട്യൂബ്. അപ്പോൾ ഇറാൻ ഈ ഇൻ്റർനെറ്റ് കേബിൾസ് കട്ട് ചെയ്യാതിരിക്കാൻ വെക്കാൻ പോകുന്ന ഡിമാൻഡ് ഇതായിരിക്കും: നെതന്യാഹുവിനെയും ഡൊണാൾഡ് ട്രംപിനെയും ആക്രമിക്കുക. അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇറാൻ യുദ്ധം നിർത്തണമെങ്കിൽ ഖൊമേനിയുടെ വധം അതിന് പകരം വീട്ടാൻ പറ്റണം, എങ്കിലേ അവർ യുദ്ധം നിർത്തത്തുള്ളൂ. ആത്മഹത്യാപരമായിട്ട് എന്തും വരട്ടെ, ഡു ഓർ ഡൈ എന്നുള്ള രീതിയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അമേരിക്ക വിചാരിച്ചത് വളരെ പെട്ടെന്ന് ഇറാനെ തീർക്കാവുന്ന. ഞാനും ഒക്കെ പ്രതീക്ഷ ചെയ്താൽ ഖൊമേനിയെ രണ്ടാം ദിവസം യുദ്ധം തുടങ്ങി 2-ാം ദിവസം ഖൊമേനിയെ തട്ടി, ഇനി എന്തോന്ന് അത് തീർന്ന് പരമാവധി പോയാൽ 3 ദിവസത്തിനുള്ളിൽ യുദ്ധം തീരുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്, ഞാനുൾപ്പെടെ. പക്ഷേ അമേരിക്ക ജയിക്കില്ല. 100% ഉറപ്പിച്ച് പറയാം, ഈ യുദ്ധത്തിൽ അമേരിക്ക ജയിക്കില്ല. ഇറാൻ തോൽക്കുകയില്ല. അടുത്ത സെൻറ്റൻസ് ഞാൻ പറയുന്നില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. അത് കാലമാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻ, അതായത് എനിക്ക് ആ ബാഡ് ഫീലിംഗ് വന്നപ്പോൾ ആ മണിക്കൂറുകളിലാണ് ഈ ന്യൂസ് ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ടുഡേ, ടൈംസ് നൗ, ദ ഹിന്ദു തുടങ്ങിയ പത്രങ്ങളിൽ വന്നെന്ന് അച്ചടിച്ചോ വന്നെന്ന് അറിയില്ല. എന്തായാലും സംഭവം ഇപ്പോഴും ഇന്ന് രാവിലെ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത ഇതാണ് ഇൻ്റർനെറ്റ് കേബിൾസ് ഇറാൻ എന്ന് മാത്രം അടിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഗൂഗിൾ ഇട്ട് തന്നു. ഇപ്പോഴും നോക്കാം, ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ദിവസം, ആ ന്യൂസ് വന്നതിന് ശേഷം ഒരു ദിവസം, അതായത് 24 മണിക്കൂർ, ഇന്ത്യ ടുഡേ 2 ദിവസം, ദ ഹിന്ദു 3 ദിവസം, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ തോന്നൽ
2026 മാർച്ച് 19 എനിക്ക് രാവിലെ മുതൽ രാത്രി വരെ തോന്നിയ ആ ബാഡ് ഫീലിംഗ്, അതായത് ഒരു നെഗറ്റീവ് വാർത്ത വരാൻ പോകുന്നു എന്നുള്ള ആ വാർത്ത അത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം 100%, എൻ്റെ പ്രവചനം 100% ശരിയായി എന്ന് ഞാൻ അവകാശപ്പെടുന്നു. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയും. ഇത് പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇനിയും കിടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ തന്നെ മറ്റൊരു ചാനലായ ഉത്തരം ചാനലിൽ ഞാനിത് ഈ ഇൻ്റർനെറ്റ് കേബിൾസുമായിട്ടുള്ള ആ ന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 ചെറുതാണ്, 5 മിനിറ്റ് വീതമേ ഉള്ളൂ, ഒരെണ്ണം 22 മിനിറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമസ്കാരം, ശുഭദിനം.